പരിശുദ്ധമാതാവും യൗസേപ്പിതാവും സകല വിശുദ്ധരും വന്നു ചേർന്നു. ആരാധനയുടെ സ്വരമുയർന്നു, വാനവദൂതർ അണിനിരന്നു. പരിശുദ്ധമാതാവും യൗസേപ്പിതാവും വന്നു ചേർന്നു. ദൈവമേ ആരാധന, യേശുവേ ആരാധന, പാവനാത്മാവേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. മാലാഖവൃന്ദങ്ങൾ ഒന്നു ചേർന്നു പാടുന്നു പാടുന്നു ഹല്ലേലൂയ. മാലാഖവൃന്ദങ്ങൾ ഒന്നു ചേർന്നു പാടുന്നു പാടുന്നു ഹല്ലേലൂയ. അവരോടൊപ്പം ഞങ്ങളും ചേരുന്നു പാടുന്നു പാടുന്നു ഹല്ലേലൂയ. അവരോടൊപ്പം ഞങ്ങളും ചേരുന്നു പാടുന്നു പാടുന്നു ഹല്ലേലൂയ. ദൈവം
അങ്ങയോടും കൂടെ വിശുദ്ധ കുർബാനയിൽ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എന്നോടുള്ള സ്നേഹനിമിത്തം ലോകത്തിലെങ്ങുമുള്ള സുക്രാനികളിൽ മറിഞ്ഞിരിക്കുന്ന അങ്ങയെ ഞാൻ വാഴ്ത്തി സ്നേഹിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങയോട് ചെയ്യപ്പെടുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യാമെന്നും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും എല്ലായ്പ്പോഴും അങ്ങയോടൊന്നിച്ചിരുന്നു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എന്നെ മുഴുവനും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ. ദിവ്യകാരുണ്യനാഥ, എല്ലാ മനുഷ്യരെയും ആശീർവദിച്ച് അനുഗ്രഹിപ്പാൻ എളിമയോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങേ അറിഞ്ഞ് ഈ ലോകത്തിലും പരലോകത്തിലും നിത്യമായി അങ്ങയെ സ്നേഹിപ്പാൻ അനുഗ്രഹം ചെയ്യണമേ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അതെ, ഒരു ദൈവം ഇതാ ഭൂമിയോളം താഴ്ന്നിറങ്ങിയിരിക്കുന്നു. ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ ഈ സ്നേഹത്തിൻ്റെ കൂദാശയിൽ ഇതാ ത്രിത്വൈക ദൈവം വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പിതാവായ ദൈവമേ, ഈ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ആപ്പാ പിതാവേ, അങ്ങയുടെ പിതൃത്വത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ, നമ്മോടുള്ള സ്നേഹം നിമിത്തം പിതാവായ ദൈവം തൻ്റെ പുത്രനെ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ക്രിസ്തുവാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രവും അടിസ്ഥാനവും. സഭാപിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്നു, അവിടുത്തെ അറിയാത്തവൻ ലോകത്തെ തന്നെയും ഒന്നും അറിയുന്നില്ലെന്ന്. ഈ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന പിതാവിൻ്റെ സമ്മാനമായ ഈ പുത്രനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹദാനമാണ് പരിശുദ്ധാത്മാവ്. 1 കൊരിന്തോസ് 3:6 ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഈ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നമ്മിൽ വസിക്കുന്ന അതേ പരിശുദ്ധാത്മാവ് ഈ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്നു. ഈ പാവനാത്മാവിനെ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ദിവ്യകാരുണ്യത്തില് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ത്രിത്വൈക കൂട്ടായ്മയെ നമുക്ക് ഈ നിമിഷം പാടി ആരാധിക്കാം. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു, പ്രിയ സഹോദരരെ, ഇതാ ഈ അൾത്താരയിലേക്കൊന്ന് നോക്കൂ. ഇവിടെ നമ്മുടെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം സജീവമായി സന്നിഹിതനായിരിക്കുന്നു. അതെ,
ആ വിശ്വാസത്തോടെ, ആ സർവശക്തിയോടെ, അഭിഷേകത്തോടെ ഈ ത്രിത്വേക ദൈവത്തിന്റെ കൂട്ടായ്മയോട് ചേർന്ന് നമുക്കും അവിടുത്തെ പാടി സ്തുതിക്കാം. ദൈവപിതാവേ ആരാധന, കർത്താവാം യേശുവേ ആരാധന, പാവനാത്മാവേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ദൈവപിതാവേ ആരാധന, കർത്താവാം യേശുവേ ആരാധന, പാവനാത്മാവേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ആരാധന ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ആരാധന ആരാധന, ത്രിയേക ദൈവമേ ആരാധന. സ്നേഹപിതാവേ ആരാധന, കാരുണ്യനാഥ ആരാധന. സ്നേഹപിതാവേ ആരാധന, കാരുണ്യനാഥ ആരാധന, നന്മസ്വരൂപ ആരാധന, വരദാനദായക ആരാധന, നന്മസ്വരൂപ ആരാധന, വരദാനദായക ആരാധന. ആരാധന ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ആരാധന ആരാധന, ത്രിയേക ദൈവമേ ആരാധന. സ്വർഗപിതാവേ ആരാധന, ജീവന്റെ നാഥ ആരാധന. സ്വർഗപിതാവേ ആരാധന, ജീവന്റെ നാഥ ആരാധന, രക്ഷകനീശോ ആരാധന, നിത്യമഹേശ ആരാധന, രക്ഷകനീശോ ആരാധന, നിത്യമഹേശ ആരാധന. ആരാധന ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ആരാധന ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ദൈവപിതാവേ ആരാധന,
ദൈവം ഈ ലോകത്തെ അതിമനോഹരമായി സൃഷ്ടിച്ചു. അവിടുന്ന് മനുഷ്യനെ ഈ സൃഷ്ടിയുടെ മകുടമാക്കി തീർത്തു. ദൈവമേ, ഇന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്, ഇത്ര മനോഹരമായി അവിടുന്ന് ഓരോ മനുഷ്യനെയും രൂപപ്പെടുത്തിയത് എന്തിനെന്ന്. ഞങ്ങളുടെ ഈ ജന്മം എന്തിനു വേണ്ടിയാണെന്ന് അവിടുന്ന് നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ രൂപപ്പെടുത്തി. അവിടുന്ന് ഈ ഭൂമിയുടെ മേൽ ഞങ്ങൾക്ക് അധികാരം നൽകി. സകല സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മേൽ ഭരണം നടത്തുവാൻ അവിടുന്ന് ഞങ്ങളെ നിയോഗിച്ചു. ദൈവമേ, അവിടുന്ന് ഞങ്ങളോടുള്ള സ്നേഹം എത്ര അനന്തമാണെന്ന് ഞങ്ങൾ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ അബാ ദൈവമേ, ഇന്ന് ഈ പാവപ്പെട്ട മനുഷ്യര് ഒരു കൊറോണ വൈറസ്, ഈ ഒരു മാരകമായ മഹാമാരിയുടെ മുമ്പിൽ ഇന്ന് ഞങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ലോകം മുഴുവനെയും കീഴടക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി നൽകി. എന്നാൽ ഞങ്ങളുടെ നഗ്നമായ നേത്രങ്ങൾക്ക് ദർശിക്കാൻ പോലും സാധിക്കാത്ത ഈ മഹാമാരി, ഈ കൊറോണ വൈറസ് ഇന്ന് ലോകം മുഴുവനെയും കീഴടക്കി വാഴുമ്പോൾ ദൈവമേ, അങ്ങയുടെ സൃഷ്ടികളിതാ വെറും നിസ്സാരരും ഒന്നും ചെയ്യുവാൻ ശക്തിയില്ലാത്ത വെറും ദുർബലരായി നിന്റെ സന്നിധിയിൽ കേണപേക്ഷിക്കുകയാണ്. ദൈവമേ, നിന്റെ സൃഷ്ടിയുടെ മകുടമായി ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ദിവ്യകാരുണ്യേശോയെ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയുന്നു, നീ ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് നിന്നെ ആരാധിക്കാൻ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാനാണ്. അതോടൊപ്പം ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവയും ദൈവമേ, കഴിഞ്ഞു പോന്ന കാലങ്ങളിൽ നിന്റെ ശക്തി കൊണ്ട് ഞങ്ങൾ ഒത്തിരി അറിവ് നേടി, ഞങ്ങൾ ഒത്തിരി കഴിവ് സമ്പാദിച്ചു, ഞങ്ങൾ ഒത്തിരി സമ്പന്നരായി. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം എൻ്റെ ശക്തിയാണ്, എൻ്റെ നേട്ടമാണ്, എൻ്റെ കഴിവാണെന്ന്. നിന്നെ ഞങ്ങൾ മറന്നു ദൈവമേ, നിന്റെ സ്നേഹം ഞങ്ങൾ മറന്നു ദൈവമേ. ഓ ദിവ്യകാരുണ്യമേ, നിന്നെ മറന്നുപോയ നാളുകളായിരുന്നു ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങള്. അറിവും സമ്പത്തും വിജ്ഞാനവും വർദ്ധിച്ചപ്പോൾ ഞങ്ങളുടെ അധരങ്ങള്, നീ തന്ന ഞങ്ങളുടെ അധരങ്ങൾ ഏറ്റുപറഞ്ഞു. ഞങ്ങൾക്ക് ഈ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തെ കാണുവാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല, എല്ലാം ഞങ്ങളുടെ കഴിവും ശക്തിയുമാണെന്ന്. ദൈവമേ, ഇന്ന് ഞങ്ങൾ നിന്റെ മുമ്പിൽ കേണപേക്ഷിക്കുന്നു. ഇല്ല ദൈവമേ, ഞങ്ങൾ തിരിച്ചറിയുന്നു എല്ലാം നിന്റെ ദാനമായിരുന്നു. ഈശോയെ, എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ ലോകം മുഴുവനും വേണ്ടി. കൊറോണ വൈറസ് ബാധിച്ചിരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും ഓരോ മക്കളെയും ഈശോയെ വേദനയോടെ നിന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ മഹാമാരിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയാതെ ഞങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇത് നിന്റെ ശാപമാണോ? അല്ല, ഇത് നിന്നെ തിരിച്ചറിയാനുള്ള ഞങ്ങൾക്ക് ലഭിച്ച അവസരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരട്ടെ, നിന്റെ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയട്ടെ.
അതാണല്ലോ വിശുദ്ധ ഗ്രന്ഥത്തില് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സമറിയായക്കാരിയും ഈശോയും തമ്മിലുള്ള സംഭാഷണത്തില് എന്താണ് യഥാർത്ഥ ആരാധന? ഈശോ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആത്മാവിലും സത്യത്തിലുമാണ് യഥാർത്ഥ ആരാധനയെന്ന്. ഈശോയെ, ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടങ്ങളിൽ ഈ ഒരു യഥാർത്ഥ സത്യത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരട്ടെ. ലോകം മുഴുവനും ഈ സത്യത്തിലേക്ക് തിരിച്ചു വരയട്ടെ. യഥാർത്ഥത്തില് ഞങ്ങളുടെ ബാഹ്യമായ പ്രകടനങ്ങളോ ദേവാലയത്തിൽ വന്നുള്ള ഞങ്ങളുടെ ചില ആചാര അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നിനക്ക് വേണ്ടിയുള്ള ദാഹിച്ച് നിന്നെ ലഭിക്കുവാനുള്ള വലിയ ദാഹത്തോടെ ആത്മാവിലും സത്യത്തിലുമുള്ള യഥാർത്ഥ ആരാധനയാണ് ഞങ്ങളുടെ യഥാർത്ഥ ബലിയർപ്പണമെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. ആ ഒരു സത്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് ലോകം മുഴുവൻ തിരിച്ചു വരുവാൻ ദൈവമേ നിന്റെ കരുണ വർഷിക്കണമേ. അവിടുന്ന് വിശുദ്ധ ഫൗസ്തീനയോട് ഇപ്രകാരം പറയുന്നു, എന്റെ കരുണയുടെ ഉറവിടത്തെ തേടി വരുന്ന ഒരു മക്കളെയും ഞാൻ കൈവിടുകയില്ല. ഇതാണ് സമയം. ദൈവത്തിന്റെ കരുണയിലേക്ക് ആശ്രയിക്കുവാൻ, നിലവിളിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കുന്നു. ദൈവമേ, ഈ ലോകം മുഴുവനിലേക്കും ഓരോ മക്കളിലേക്കും പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ മേല് നിന്റെ കരുണ വർഷിക്കണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ മക്കള് കഷ്ടത അനുഭവിക്കുന്നു, രോഗത്താൽ വലയുന്നു, എന്തെന്നില്ലാതെ മരിച്ചു വീഴുന്നു. ഈശോയെ, കരുണ വർഷിക്കണമേ. നിന്റെ കരുണ ഈ ലോകം മുഴുവനിലേക്കും വർഷിക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എത്രയോ അതുല്യമേ, നിൻ ദയയോ
സ്നേഹം എത്രയോ ആനന്ദമേ. ഞാൻ നിൻ കൃപയാൽ എന്നെന്നും ജീവിക്കുന്നു. നിൻ കരുണ എത്രയോ അതുല്യമേ. നിൻ ദയയോ എത്രയോ ദീർഘമേ. നിൻ സ്നേഹം എത്രയോ ആനന്ദമേ. ഞാൻ നിൻ കൃപയാൽ എന്നെന്നും ജീവിക്കുന്നു. സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് നീ വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. തമ്പുരാനെ, നിന്റെ തിരുസന്നിധിയിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഇതാ നിന്റെ മക്കൾ ഞങ്ങൾ നിന്റെ മുൻപിൽ ഒന്നു ചേർന്നിരിക്കുന്നു. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഞങ്ങളെയും ലോകം മുഴുവനെയും നാഥ സമർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ലോകം മുഴുവനെയും എല്ലാ രാജ്യങ്ങളെയും തിരുമുമ്പിൽ കരുണയോട് സമർപ്പിക്കുന്നു. ഈശോയെ, കരുണ വർഷിക്കണമേ. നിന്റെ തിരുരക്തം ഒഴുക്കണമേ. ഈശോയെ, ഏറ്റവും പ്രത്യേകമായി ഇന്ത്യ മഹാരാജ്യത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നാഥ, നീ ഏറ്റെടുക്കണമേ. തിരുസഭയെയും എല്ലാ രൂപതകളെയും, ഏറ്റവും പ്രത്യേകമായി കോതമംഗലം രൂപതയെയും, അതിലും പ്രത്യേകമായി ഈ കോടിക്കുളം ഇടവകയെയും, ഇടവകയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികനെയും, ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ സമർപ്പിതരെയും, ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും നാഥ നിന്റെ തിരുമുമ്പിലേക്ക് നിന്റെ തിരുരക്തം ഒഴുക്കാനായിട്ട് ഞങ്ങൾ ആത്മാർത്ഥതയോടെ എളിമയോടെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ ലോകം മുഴുവൻ്റെ മേലും വർഷിക്കണമേ കർത്താവേ. അപ്പാ, അവിടുത്തെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിന് നൽകാൻ തക്കവിധം അങ്ങ് സ്നേഹിച്ചുവല്ലോ. അത്രമാത്രം നീ അന്ന് സ്നേഹിച്ച അതേ സ്നേഹം ഇന്നും നിന്റെ ഹൃദയത്തിൽ അണപൊട്ടി ഒഴുകുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരിക്കൽ കൂടി ഈശോയുടെ തിരുരക്തം ഞങ്ങളുടെ ഇടവകയുടെ മേല്, ഇടവകയിലെ ഓരോ കുടുംബങ്ങളുടെ മേല്, കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ മേല്, ഈശോയെ, ഈ ഇടവകയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലും മറ്റു പലയിടത്തും ജോലിക്കായി പോയിരിക്കുന്ന അനേക മക്കളുണ്ട്. അവരെയും ഈശോയെ നിന്റെ ഹൃദയത്തോട് നീ ചേർത്ത് പിടിക്കണമേ. നിന്റെ തിരുരക്തം കൊണ്ട് ഈ മഹാമാരിയിൽ നിന്ന് ഈ ഇടവകയെയും ഈ നാടിനെയും ലോകം മുഴുവനെയും ഈശോയെ നീ രക്ഷിക്കണമേ. തിരുരക്തം ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തത്തിന് വലിയ അഭിഷേകം ലോകം മുഴുവനും നമ്മുടെ ഓരോരുത്തരുടെ മേലും, ഇടവകയുടെ മേലും, ഇടവകയിൽ ഓരോ കുടുംബങ്ങളുടെ മേലും, ഓരോ വ്യക്തികളുടെ മേലും വർഷിക്കപ്പെടുവാൻ നമുക്കും എളിമയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിന്റെ തിരുരക്തം ഒഴുക്കണമേ. ഒരിക്കൽ കൂടി ഒരു തുള്ളിയെങ്കിലും നാഥ കരുണയോടെ ഒഴുക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം.
മരണത്തിന് താഴ്വരയിൽ കൂടി നടക്കുമ്പോഴും ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഒരു ദൈവത്തിൻ്റെ അനുഭവം, ഒരു ദൈവാനുഭവം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും അങ്ങ് ചൊരിയണമേ എന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് മരണമടഞ്ഞ എല്ലാവരെയും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞ എല്ലാ ആത്മാക്കളുടെ മേലും തമ്പുരാൻ്റെ അഭിഷേകം, തിരുരക്തത്തിൻ്റെ അഭിഷേകം നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ മരണം മൂലം മനോവേദന അനുഭവിച്ചു കഴിയുന്ന അനേകരുണ്ട്. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, ആരോരുമില്ലാതെ വേദന അനുഭവിക്കുന്ന മക്കളുടെ ഹൃദയത്തിലേക്ക് ഈശോയുടെ തിരുരക്തം അഭിഷേകമായി ചൊരിയണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ ഇവരൊക്കെ തങ്ങളുടെ ജീവൻ പണയം വെച്ച് ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ, നിന്റെ തിരുരക്തം അവരുടെ മേൽ ചൊരിഞ്ഞ് അവർക്ക് അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ആത്മാവിനും വലിയ സംരക്ഷണം നൽകണമേ എന്ന് ഈശോയുടെ തിരുരക്തം കരുണയായി യാചിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കൊറോണ രോഗം മൂലം മരണത്തിൻ്റെ കാലൊച്ചകൾ തങ്ങളുടെ കാതുകളിൽ കേട്ടുകൊണ്ട് ആ രോഗബാധയിൽ കഴിയുന്ന അനേക മക്കളുണ്ട് ഈശോയെ. അവരെയെല്ലാം ഈശോയെ നിന്റെ തിരുഹൃദയത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. നിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം കൂടി അവരുടെ മേൽ തളിച്ച് ഈശോയെ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, ഈ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ എന്ന്, നിന്റെ തിരുരക്തം ഒരു തുള്ളി കൂടി അവരുടെ മേൽ ചൊരിയണമേ എന്ന് ഈശോയെ എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരു
ചേർന്ന് വേദനിക്കുന്ന ഒരു തമ്പുരാൻ നിനക്കുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം വേദനിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ വേദനകൾ ഒപ്പിയെടുത്ത് ഞങ്ങളുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന, അവ നിന്റെ പുസ്തകത്തിൽ ആലേഖനം ചെയ്തു വയ്ക്കുന്ന ഒരു കർത്താവാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്ന തിരുസന്നിധിയിൽ കാരുണ്യവാനായ കർത്താവെ, ഈ സെന്റ് ആൻസ് ഇടവകയെ ഒത്തിരി പ്രാർത്ഥനയോടെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ ഇടവകയുടെ മേൽ നിന്റെ തിരുരക്തം ഒരു തുള്ളി ഈ ഇടവകയിലെ ഓരോ കുടുംബത്തിൻ്റെ മേലും വർഷിക്കണമേ എന്ന് നിന്റെ തിരുരക്തം, നിന്റെ തിരുജലം ഈ ഇടവകയുടെ മേൽ വർഷിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിനും കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ജ്ഞാനത്തിന്റെ പുസ്തകത്തിലൂടെ കർത്താവിൻ്റെ കരുണ ഏത് വിഷസർപ്പത്തിന്റെ പല്ലിൽ നിന്നും ലോകമക്കളെ രക്ഷിക്കാൻ തക്ക സമയത്ത് വരുമെന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവെ, തമ്പുരാന്റെ സമയം വരെ ഈ കൊറോണ മഹാമാരിയെ തടഞ്ഞു നിർത്താൻ തമ്പുരാൻ ആഗ്രഹിക്കുന്ന സമയം വരെ കാത്തിരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സുകളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവമേ അങ്ങ് തന്നെ ഒരുക്കണമേ. അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കെത്തുന്ന ആ സമയം സമാഗതമാകുന്നതുവരെ പ്രാർത്ഥനയോടെ തിരുമുൻപിലായിരിക്കുവാൻ കൃപ തരണമേ തമ്പുരാനെ. സദാ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവെ, ഞങ്ങൾ എവിടെ പോകും? നീയല്ലാതെ രക്ഷയ്ക്ക് ഈ ലോകത്തിൽ ഞങ്ങൾക്കൊരു മറ്റു മാർഗമില്ല. നീയാണ് ഏകരക്ഷകൻ, നീയാണ് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവൻ. നിനക്കു മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. അത് കർത്താവെ, നിനക്കു മാത്രമേ കഴിയൂ. നീ ഞങ്ങളെ രക്ഷിക്കാൻ വരുന്നതും കാത്ത് പ്രാർത്ഥനയോടെ, എളിമയോടെ, കണ്ണുനീരോടെ ഇതാ നിന്റെ മക്കൾ നിന്റെ മുൻപിലായിരിക്കുന്നു. കർത്താവെ, നിന്റെ സമയത്ത്, നിനക്ക് അനുയോജ്യമായ സമയത്ത് നിന്റെ മക്കളെ രക്ഷിക്കാൻ നീ വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈശോയെ, ഒട്ടും വൈകരുത്, ഒട്ടും താമസിക്കാതെ നീ ഞങ്ങളുടെ മേൽ കരുണ ചൊരിയുവാൻ വരണമേ എന്ന് ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും ഈശോയുടെ കരുണയ്ക്ക് മുൻപിൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേ പിതാവിനോടും സകല മാലാഖമാരോടും വിശുദ്ധരോടും നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ കൂപ്പുകരങ്ങളോടെ ആയിരിക്കുന്ന പരിശുദ്ധ അമ്മേ, അമ്മയുടെ പുത്രനോട് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ, അമ്മയുടെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി പ്രാർത്ഥിക്കണമേ. ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അമ്മ കണ്ണുനീരോടെ എന്നും പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. 3 ആണികളിൽ തൂങ്ങി മരിച്ചപ്പോൾ ലോകം മുഴുവനെ രക്ഷിക്കാൻ തക്കവിധം രക്തം ചിന്തിയ കർത്താവിനോട് ഒരിക്കൽ കൂടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേ പിതാവിന് ഉണ്ണിയെ നഷ്ടപ്പെട്ടപ്പോൾ, ദേവാലയത്തിൽ ഉണ്ണിയെ നഷ്ടപ്പെട്ടപ്പോൾ ഹൃദയവേദന അനുഭവിച്ച യൗസേ പിതാവേ, ഈ ലോകത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ മക്കൾ തമ്പുരാനിൽ നിന്ന് അകന്നു പോകുമ്പോൾ യൗസേ പിതാവേ, അങ്ങ് അനുഭവിച്ച അതേ മനോവേദനയോടെ ഇന്നും ഈശോയുടെ തിരുസന്നിധിയിൽ
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, യൗസേ പിതാവേ, ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ അന്നാമേ, ഈശോയുടെ തിരുമുൻപിലും ഇടവകയ്ക്കു വേണ്ടി, ഈ രൂപതയ്ക്കു വേണ്ടി, തിരുസഭയ്ക്കു വേണ്ടി, ഞങ്ങളുടെ മാർപ്പാപ്പയ്ക്കു വേണ്ടി, ലോകം മുഴുവനും വേണ്ടി അമ്മയും സകല വിശുദ്ധരും നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലെ നന്ദി മുഴുവനും അറിയിക്കുന്നു. സ്നേഹത്തോടെ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ഈ ഒരു തിരുമണിക്കൂറും ഇനിയുള്ള തിരുമണിക്കൂറിലും ആയിരിക്കുവാൻ, ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ, ദിവ്യകാരുണ്യമായ തമ്പുരാൻ്റെ മുൻപിൽ ലോകാവസാനത്തോളം മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ, തിരുമണിക്കൂർ യാചിക്കുവാൻ, തിരുരക്തം, തിരുകരുണ യാചിക്കുവാൻ അവിടുത്തെ മക്കൾക്ക് കൃപയും അനുഗ്രഹവും തരണമേ. കണ്ണുനീരോടെ, കൂപ്പുകരങ്ങളോടെ, മടക്കിയ മുട്ടുകളോടെ തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഇനിയും നമുക്ക് ആരാധനയർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളുടെയും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേ പിതാവിനോടും സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് നമുക്കും അവിടുത്തെ പാടി ആരാധിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം നമുക്ക് ഏറ്റുപറയാം. മൗനമായി ദിവ്യകാരുണ്യന്റെ തിരുസന്നിധിയിൽ കൂപ്പുകരങ്ങളോടെ ലോകത്തിനു വേണ്ടി, ലോകത്തിലെ മക്കൾക്ക് വേണ്ടി ആത്മീയ മാതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കണ്ണുനീരോടെ നമുക്കും തിരുസന്നിധിയിൽ മൗനമായി ഏകാഗ്രതയോടെ ഹൃദയവികാരങ്ങളെല്ലാം തമ്പുരാനോട് പങ്കുവെച്ചുകൊണ്ട് മൗനമായി ഈശോയുടെ തിരുസന്നിധിയിൽ കൂപ്പുകരങ്ങളോടെ നമുക്കായിരിക്കാം.